الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്ക് ഇനി സൂറത്ത് യൂനുസിലെ 99-ാമത്തെ സൂക്തം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو شاء ربك لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين ولو شاء ربك താങ്കളുടെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ല ആമന തീർച്ചയായും വിശ്വസിച്ചിരിക്കും മൻ ഫിൽ അർളി ഭൂമിയിലുള്ളവരൊക്കെയും കുല്ലുഹും എല്ലാവരും ജമീഅൻ മുഴുവൻ. അഫ അന്ത തുക്രിഹുന്നാസ എന്നിട്ട് താങ്കൾ ജനങ്ങളെ നിർബന്ധിക്കുകയോ ഹത്താ യകൂനു മുഅ്മിനീൻ അവർ വിശ്വാസികളാകുന്നതിന്. വലൗ ഷാ റബ്ബുക താങ്കളുടെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ല ആമന തീർച്ചയായും വിശ്വസിച്ചതു തന്നെ മൻ ഫിൽ അർളി ഭൂമിയിലുള്ളവർ കുല്ലുഹും അവരൊക്കെയും ജമീഅൻ മുഴുവനായും. അഫാന്ത തുക്രിഹുന്നാസ എന്നിട്ട് പിന്നെ താങ്കൾ നിർബന്ധിക്കുകയോ ഹത്താ യകൂനു മുഅ്മിനീൻ അവർ മുഅ്മിനുകളാകുന്നതിന് വേണ്ടി. ഇതൊരു അടിസ്ഥാന യാഥാർത്ഥ്യം, ഒരു മൗലികമായ തത്വം, യാഥാർത്ഥ്യം ഉണർത്തുകയാണ്. ഓരോ ജീവികളെയും അള്ളാഹു സൃഷ്ടിക്കുകയും അവയുടെ ചില മൗലിക സ്വഭാവങ്ങൾ, സവിശേഷതകൾ അവക്കൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ജന്തുക്കൾക്കും അല്ലദീ ഖലഖ ഫസവ്വ, അല്ലേ, സൃഷ്ടിച്ചു ഫഖദ്ദറ ഫഹദ, ഇങ്ങനെയൊക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളതും ഓരോ സൃഷ്ടികൾക്കും ആവശ്യമായ മൗലികമായ ഗുണങ്ങളും സ്വഭാവങ്ങളും അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കാതിരിക്കുകയുമില്ല. അള്ളാഹു ഉദ്ദേശിച്ചത്, അള്ളാഹു തീരുമാനിച്ചത് അതൊന്നും ഉണ്ടാകാതെ നടക്കാതെ ഇരിക്കുകയില്ല എന്നും അല്ലാഹു തആല ഖുർആനിലൂടെ പല തരത്തിൽ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരുപാട് സവിശേഷതകളുണ്ടല്ലോ. ബുദ്ധി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ മനുഷ്യൻ്റെ ബുദ്ധി വ്യത്യസ്തമാണ്. വിവേചനശേഷി അല്ലെങ്കിൽ വിവേചന ബുദ്ധി, ചിരിക്കുക, സംസാരിക്കുക, സുഖവും ദുഃഖവും എല്ലാം പ്രകടിപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ. അതുപോലെ തന്നെ കുടുംബജീവിതം, അതിനൊക്കെ കുറേ നിയമങ്ങൾ, ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ മനുഷ്യൻ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. തെറ്റി നടക്കാൻ ആർക്കോട്ട് സാധിക്കൂല. തെറ്റി നടക്കാൻ ഒരു ജീവിക്കും സാധ്യമല്ല, മനുഷ്യനും സാധ്യമല്ല. ഇതിന് നമ്മൾ പ്രകൃതി നിയമങ്ങൾ എന്ന് പറയും. എന്നാൽ സന്മാർഗം അതിൽ വരില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ അടിസ്ഥാനപരമായി നിക്ഷേപിച്ചിട്ടില്ല. സ്വീകരിക്കാനും തള്ളിക്കളയാനൊക്കെയുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒരാൾ സന്മാർഗിയായി, ഒരാൾ വിശ്വാസിയായി, ഒരാൾ അള്ളാഹുവിന് വിധേയനായി അല്ലെങ്കിൽ മുഅ്മിനും മുസ്ലിമുമായി ജീവിക്കണം എന്നത് ഓരോരുത്തരിലും നൈസർഗികമായി അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടില്ല. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന പ്രകൃതത്തിലാണ് മനുഷ്യനുള്ളത്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യൻ
സ്വന്തമായും സ്വതന്ത്രമായും തിരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണും കാതും ബുദ്ധിയും ചിന്തയൊക്കെ നൽകിയിട്ടുള്ളത് എന്നും ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ അല്ലാഹു തആല എല്ലാവരും സന്മാർഗികളാകണമെന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും അത് അവരുടെ മനസ്സിലങ്ങോട്ട് ബോധന നൽകിയാൽ മതിയായിരുന്നു. കണ്ണുകൊണ്ട് കാണണം എന്നുള്ളത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുള്ള നിയമമാണ്, എല്ലാവർക്കുള്ള നിയമമാണ്. എല്ലാവരും അത് അംഗീകരിച്ചേ പറ്റൂ. അതേമാതിരി എല്ലാവരും മുഅ്മിനുകളാകണം, മുസ്ലിമുകളാകണം, എല്ലാവരും അള്ളാഹുവിൻ്റെ മുത്തഖികളായ അടിമകളാകണം, എല്ലാവരും പ്രവാചകന്മാരെ പോലെ ജീവിച്ചിരിക്കണം എന്നല്ല തീരുമാനിച്ച് ആ നൈസർഗികമായ ആ ഒരു അത്തരത്തിലുള്ളൊരു ഗുണം നൈസർഗികമായി നൽകിയിരുന്നുവെങ്കിൽ എല്ലാവരും മുഅ്മിനീങ്ങളായേനെ. പക്ഷെ അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേമാതിരി സൂറത്തു യൂസുഫിലും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂസുഫിൽ അള്ളാഹ് പറഞ്ഞത് വലൗ ശാഅ റബ്ബുക ലജഅലൻ നാസ ഉമ്മത്തൻ വാഹിദ. അള്ളാഹ്ക്ക് വേണമെങ്കിൽ മനുഷ്യരെയൊക്കെ ഒറ്റ സമുദായമാക്കായിരുന്നു. വലാ യസാലൂന മുഖ്തലിഫൂൻ. എന്നാൽ അള്ളാഹു അവരെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത വിശ്വാസ കർമ്മ നിലപാടുകളുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേമാതിരി തന്നെ സൂറത്ത് ഹൂദിൽ പറഞ്ഞു വലൗ ശാഅ റബ്ബുക ലജഅലൻ നാസ ഉമ്മത്തൻ വാഹിദ. അവിടെ പറഞ്ഞ അതേമാതിരി തന്നെ സൂറത്ത് അൻആമിൽ നമ്മൾ പഠിച്ചു വലൗ ശാഅ അല്ലാഹു മാ അശ്റകു. ആരും ശിർക്ക് ചെയ്യൂലായിരുന്നു. അപ്പോൾ വലൗ ശാഅ റബ്ബുക, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ല ആമന തീർച്ചയായും വിശ്വസിച്ചിട്ടുണ്ടാകും, വിശ്വസിച്ചിരിക്കും, അല്ലെങ്കിൽ വിശ്വസിച്ചതു തന്നെ. മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർ, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും. പിന്നെയും പറഞ്ഞു കുല്ലുഹും. ഇതൊരു ഭാഷാ പ്രയോഗമായിട്ട് അറബി സാഹിത്യ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് ഈ ആയത്ത്. എന്തിനാണ് അതിങ്ങനെ ഭാഷാ സാഹിത്യം പഠിപ്പിക്കുക? നേരത്തൊക്കെ ഉണ്ടാവും. ല ആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമിഅൻ. പിന്നെ ഒരു ജമിഅൻ, സംശയത്തിന് പഴുതില്ലാത്ത വണ്ണം അക്കാര്യം ഉറപ്പാണ്. അള്ളാഹ് തീരുമാനിച്ചു ലോകത്തുള്ള എല്ലാവരും മുഅ്മിനുകളാകണം, മുസ്ലിമീങ്ങളാകണം, മുത്തഖീങ്ങളാകണം, മുഹ്സിനുകളാകണം. എന്നാൽ അങ്ങനെ തന്നെ നടക്കുള്ളൂ. പക്ഷെ അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് ഇതൊരു പരീക്ഷണമാണ് എന്ന് പറയുന്നത്. വലൗ ശാഅ റബ്ബുക, ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വലൗ ശാഅ റബ്ബുക, താങ്കളുടെ റബ്ബിൻ്റെ മശീഅത്ത്, ഉദ്ദേശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ല ആമന എന്ന തീർച്ചയായും, ആമന വിശ്വസിച്ചു, മൻ ഫിൽ അർളി ഭൂമിയിലുള്ളവരൊക്കെയും, കുല്ലുഹും എല്ലാവരും, ജമീഅൻ മുഴുവനായും. അഫ അൻത എന്നിട്ട് താങ്കൾ നിർബന്ധിക്കുകയാണോ? പ്രവാചകന്റെ വേദനയും വെപ്രാളവുമാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് വരാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ലല്ലോ, നിർബന്ധിക്കണം എന്നല്ല കൽപ്പിച്ചിട്ടുമില്ല. സൂറത്ത് അൽ ബഖറയുടെ ആയത്തുൽ കുർസിൻ്റെ തൊട്ട് ഉടനെ ഉണ്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ, 256 ആയത്ത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, അങ്ങനെ ഒരു നിർബന്ധം ചെലുത്തി ദീനിലേക്ക് ആളെ കൂട്ടുന്ന ഏർപ്പാടില്ല. അഫ അൻത തുക്രിഹുൻ നാസ, പിന്നെ ജനങ്ങളെ താങ്കൾ നിർബന്ധിക്കുകയോ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഇസ്ലാമിനെ അംഗീകരിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബേജാറും വെപ്രാളവും സങ്കടവും, ഇവർ നരകത്തിലേക്ക് പോവുകയാണല്ലോ എന്ന അസ്വസ്ഥതയും, അതാണ് അദ്ദേഹത്തോട് ചോദിക്കുക. പിന്നെ എന്തിനാ താങ്കളിങ്ങനെ നിർബന്ധിക്കുകയാണോ? താങ്കളിങ്ങനെ നിരന്തരം ബേജാറായും വെപ്രാളമായിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുമ്പോൾ. അഫ അൻത തുക്രിഹുൻ നാസ, താങ്കൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? ഹത്താ യകൂനൂ മുഅ്മിനീൻ, അവർ വിശ്വാസികളാകുന്നതുവരെ. അഥവാ ഇസ്ലാമിലേക്ക് വരാൻ ആരെയും നിർബന്ധിക്കേണ്ടതില്ല, നിർബന്ധിക്കാൻ പാടില്ല. ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്ക ഫത്ഹ് വരെ മുശ്രിക്കായിരുന്നല്ലോ. മക്ക ഫത്ഹ് ഹിജ്റ 8-ാം വർഷം. അപ്പോഴാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ ആധിപത്യം ഏറ്റെടുക്കാൻ 10,000-ത്തിലധികം സഹാബികളുമായിട്ട് മക്കയിലേക്ക് മദീനയിൽ നിന്ന് വരുന്നത്. മക്കയിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് അവർ വിശ്രമിക്കാൻ വേണ്ടി അടുത്തൊരു പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. തമ്പടിച്ചപ്പോൾ അബൂ സുഫിയാൻ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു ആ തമ്പിൻ്റെ പരിസരത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുജൻ്റെ മോൻ തന്നെയാണ് അബൂ സുഫിയാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
ശരീരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും സാമ്യം ഉണ്ടായിരുന്നു അത്ര അയാൾക്ക്. അല്ല, വളരെ അദ്ദേഹത്തിന് വളരെ സാമ്യം, റസൂലിനെ പോലെ തന്നെ തോന്നുമായിരുന്നു അത്ര അദ്ദേഹത്തെ കണ്ട. അപ്പോൾ അബൂ സുഫിയാൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണത്? ഞാൻ അബൂ സുഫിയാൻ. എന്താ കാര്യം? എനിക്ക് പ്രവാചകനെ കാണണം. അതുവരെ ഇസ്ലാമിൻ്റെ ബദർ യുദ്ധത്തിൽ, ഉഹദ് യുദ്ധത്തിൽ, ഖന്തഖ് യുദ്ധത്തിൽ ഒക്കെ നബിൻ്റെ എതിരാളിയാണ്, ശത്രുപക്ഷത്തിൻ്റെ നേതാവാണ്. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ അഭയത്തിൽ അദ്ദേഹത്തെയും കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകുമ്പോൾ അടുത്തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരിക്കൊണ്ട് ഒപ്പം കൂടി. ഇവൻ അദുവ്വുൽ, അള്ളാഹിൻ്റെ ശത്രുവാണ്, കൊല്ലണം അവനെ വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാളൂരി ഒപ്പം കൂടി. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെയും കൂട്ടിപ്പിടിച്ച് ഓടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ. ആരെയാണ് അള്ളാഹിൻ്റെ റസൂലെ എന്ന് വിളിക്കുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു മകനെ, ജ്യേഷ്ഠൻ്റെ മോനെയാണ്. ജ്യേഷ്ഠൻ്റെ ആ പ്രവാചകനുള്ള സ്ഥാനം പദവി എന്ന് നോക്കണം. എളാപ്പയാണ് വിളിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലെ, ഇയാൾക്ക് ഞാൻ അഭയം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഉമറിനോട് ഇവനെ കൊല്ലരുത് എന്ന് പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് അടങ്ങാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വാളറയിലിട്ടു. എന്നിട്ട് റസൂലിൻ്റെ സന്നിധിയിൽ വന്ന് അപ്പോഴും ഉമർ ഖത്താബ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാന്ന് ബോധ്യമായിട്ടില്ല? ഇല്ല, എനിക്ക് ബോധ്യമായിട്ടില്ല കേട്ടോ എന്നാണ് അബൂ സുഫിയാൻ അപ്പോഴും മറുപടി പറഞ്ഞത്. എനിക്ക് അപ്പോൾ ബോധ്യപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് പിന്നെയും വാളൂരി, ഇപ്പോൾ ബോധ്യപ്പെടുത്തി തരാം. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ. ആരോട്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു സൂറത്ത് അൽ ബഖറയിലെ 256 ആയത്തിൻ്റെ ഒരു ആദ്യത്തെ ശകലം, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധം ചെലുത്തലില്ല കേട്ടോ ഉമർ ഖത്താബ് ഉടനെ വാളുറയിലിട്ടു. ഖുർആൻ കേട്ടാൽ പിന്നെ അവിടെ അടങ്ങും പറഞ്ഞു. ഖുർആൻ കേട്ടാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ അടങ്ങും. പിന്നെ അതിൻ്റെ അപ്പുറം ചിന്തയില്ല. നിർബന്ധിക്കാൻ പാടില്ല, അപ്പം പിന്നെ ഞാൻ വാളെടുക്കാൻ പാടില്ല. ഉമർ ഖത്താബ് വാളുറയിലിട്ട് രംഗം ശാന്തമായപ്പോൾ അബൂ സുഫിയാൻ അദ്ദേഹം ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഇസ്ലാം സ്വീകരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ ഇദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പറയും വാള് കണ്ട് പേടിച്ച് പറഞ്ഞതാന്ന് പറയും. അങ്ങനെ അബൂ സുഫിയാൻ അങ്ങനെ വാള് കണ്ട് പേടിക്കുന്ന ആളല്ല. അതുകൊണ്ട് എൻ്റെ സ്വയം മനസ്സാലെ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് ഞാൻ അംഗീകരിക്കുകയാണ്, അല്ലാതെ പേടിച്ചിട്ടല്ല എന്ന് അദ്ദേഹം അപ്പം പറയുന്നുണ്ട്. പിൽക്കാലത്ത് അബൂ സുഫിയാൻ ഏറ്റവും ഉത്തമനായ വിശ്വാസിയായി മാറി റളിയല്ലാഹു അൻഹു. പിന്നുണ്ടായ യുദ്ധത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിലും ത്വായിഫ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ആൾക്കാരത് മനസ്സിലാക്കില്ല. പ്രവാചകനോട് ആളുകളെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ബോധ്യപ്പെടുത്തുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അവരുടെ മേലൊരു അധികാരവും ആധിപത്യമൊന്നും ചെലുത്തേണ്ടതില്ല. കാര്യം പറഞ്ഞു. ഇതാണ് ഇവിടെ അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ആരെയും നിർബന്ധിച്ച് ഇസ്ലാമാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈമാനിലൊരു വിത്ത് അവനിൽ നിക്ഷേപിച്ച് അത് വളർത്തിയാൽ മതിയായിരുന്നല്ലോ. അത് അള്ളാഹ് ചെയ്തിട്ടില്ല. ഈമാൻ, ഇസ്ലാം എന്നൊക്കെ പറയുന്നത് ഒരു പരീക്ഷണമായി വേണ്ടവർക്ക് സ്വീകരിക്കാം, വേണ്ടാത്തവർക്ക് തള്ളാം. സ്വീകരിച്ചവർക്ക് നന്മയും ഗുണവും പ്രതിഫലവുമുണ്ട്, സ്വീകരിക്കാത്തവർക്ക് ശിക്ഷയുമുണ്ട് എന്നുണർത്തി. ഒന്നുകൂടെ അർത്ഥം പറയാം. വലൗ ശാഅ റബ്ബുക, താങ്കളുടെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅൻ, ഭൂമുഖത്തുള്ളവരെല്ലാവരും വിശ്വസിച്ചിരിക്കും. അഫ അൻത തുക്രിഹുൻ നാസ, താങ്കൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? ഹത്താ യകൂനു മുഅ്മിനീൻ, അവർ വിശ്വാസികളായി മാറുന്നതുവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും അവനിൽ കറകളഞ്ഞ വിശ്വാസം പുലർത്തുന്ന മുത്തഖീങ്ങളായ, മുസ്ലിമീങ്ങളായ, മുഹ്സിനീങ്ങളായ അവൻ്റെ ഏറ്റവും ഉത്തമരായ അടിമകളിൽ നമ്മെല്ലാവരും രേഖപ്പെടുത്തുന്നതാണ്. അല്ലാഹ് എന്നും ഈമാനിലും ഇസ്ലാമിലും ഇഹ്സാനിലും തഖ്വയിലും ഉറച്ചു നിന്ന് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ മരുമക്കൾക്കും ഞങ്ങളുടെ പേരക്കുട്ടികൾക്കും നീ തൗഫീഖ് നൽകുമാറാകണേ രക്ഷിതാവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളെയും ഈമാനോടുകൂടി മരിപ്പിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ രക്ഷിതാവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ